ദൈവമേ, കിടങ്ങൂർ എന്ന മനോഹരമായൊരു ഗ്രാമം കാണാനുള്ള അവസരം തന്നതിന് നന്ദി. ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഐക്യവും പള്ളിയുടെ വിളക്കിലും അമ്പലത്തിന്റെ നാദത്തിലും മോസ്കിന്റെ സമാധാനത്തിലും ഒത്തുചേരുന്ന ഈ ദൈവാനുഭവം എനിക്ക് കാണിച്ചു തന്നതിന് നന്ദി. എവിടെയും ശാന്തിയും സമാധാനവും വളരാൻ ഇടയാക്കണമേ. ഒരു പ്രത്യേക മതത്തിന്റെ വേലികെട്ടുകളില്ലാതെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുന്ന കാഴ്ചയല്ലേ ഈ നടക്കുന്നത്. മേനിയും തേതി പിടിത്തദണ്ഡം കയ്യമ്മേയും എന്നേക്കും വാഴ്കവേ തേതി വാഴ്ക വാഴ്ക നമ്മോടി പരീക്ഷയെല്ലാം ഭൂമിമേൽ തേതി വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേതിയഴിവു കാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തേതിയഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പീശുക മാത്തോമൻ തേതി പാട്ടുടൻ പണി പുടവ കവിഴമുത്തുമാലയും ഇത് അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം. മാർത്തോമൻ തിഥി അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക. മാർത്തോമൻ തിഥി അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരി താകർക്കു തീരത്താമൃതത്തീ. അരുൾ ചെയ്തിതാചാരമേ ഇങ്ങു നിന്നേന്ത് ഒരുത്തി അരഞ്ഞുമ തേന്തേനുമു മുതലേ തേന്നു ഒരുത്തി അതിനീഹ കാരണമേ എങ്ങനെയേന്നു ഒരുത്തി അതുപോഴുത്തായവരാം അറിയിച്ചപ്പോൾ ഒരുത്തി കഴിവാതി നേവനമേ എന്നരുൾ ചെയ്യുക. ഒരുത്തി കരുതിയ തീനൊരുക വഴിയെ പോകാൻ ഒരുത്തി ഇവരിതു ചൊന്നതിനു ഉത്തരമൻപ ഒരുത്തി ഹിതം വരുമാരരുൾ ചെയ്തിനു മാറൻ ഒരുത്തി ഇടമാതിൽ നിന്നഴിക അഴിക മുൻപ് ഒരുത്തി ഇടമാതിൽ നിന്നൊരുത തച്ചാത്താകുതിത്തെത്തി മനഗുണമുടയവനരുളാൽ വാനവർ മഹിമയുടെത്തിയ നഞ്ഞുടനെ ഇടതെത്തി മരതല നേരെ കെടുമതിലൊരു തേരതിൽ മംഗലമായവർ ഭോഗിച്ച് ഇടതെത്തി കൈക്കൊണ്ടവനൊരു ഞൊടിയളവാർ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇടതെത്തി കരുണയൊടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന സിതു ഭരിച്ച് ഇടതെത്തി നലമുടെ പലവക കിന്നര മഴകൾ നന്ദുനിയും കുഴൽ പലതരമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി നന്മവരും വക പലമൊഴിയൊരു സ്ഥിതി നന്നായി കടും പോലെ പിളമ്പീതി തീത്തി തകതക തീത്തി തകതക തീത്തി തകത തീത്തി ഉടമ്പിൽ നിന്നുയിരെടുക്കാകാശേ ഉയരവനിരപ്പിടം പൂകിച്ച് ഇടതെത്തി വച്ചിതു ധനമിതു മക്കളും അനുധനം അരുളു വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി വൻവിനിയൊഴിയെ പെരിയവൻ എഴുവഴി തെരുവോട് തേടി പുലരാമി തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തി തിത്തത്തകത തികതത്താം തികിതികത തികതത്താങ്കറുതിത്തത്താങ്കറുതിന്തത്താങ്കറുതിത്തത്താദിത്താമൃതത്തേ.
മനസ്സകമേ മുഹബത്ത് പെരുത്ത് നിനവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാം മണിമങ്കക്കിണങ്ങുവാൻ മണവാളനീത വരുന്നേ മലർമിഴിയിൽ കനവുകൾ ഉതിർത്ത് തളിർ മനം തൊടുത്ത് തുകയൊറിഞ്ഞൊടുത്ത് മണമിയലും മറക്കകം തന്നിൽ പുത്തൻ മണവാട്ടി കുണുങ്ങി നിന്നേ മനസ്സകമേ മുഹബത്ത് പെരുത്ത് നിനവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാം മണിമങ്കക്കിണങ്ങുവാൻ മണവാളനിത വരുന്നേ പാതിച്ചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളിയെ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ കലബലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമേതകത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആൺമൈ കൊണ്ടോനാ മണ്ണും ഇന്നും കൊണ്ടോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാളെ അമ്പെടുത്ത് രാമനയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം പുകില് വന്നെന്റെ കൈലാസനാഥ പൊന്നുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടികടക്കാൻ മോഹമുദിച്ചല്ലോ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ
ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ ഒന്നാനാം അമ്പെടുത്ത് രാമനയ്യണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം പുകില് വന്നെന്റെ കൈലാസനാഥ കൊയ്തെടുത്തു ശ്രീരാമൻ മൂന്നും നാലും ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ പല പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ വാതിൽ കടന്നേ അയ്യയ്യ വാനരപ്പടകളിലെങ്ങും രാമജയത്തിൻ അലയൊലിയല്ലോ ലോകരെല്ലാം പാടി സ്തുതിക്കുന്നു രാമ രാമ ജയ ശ്രീരാമ രാമ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിനിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാൻ ഓരോ മതങ്ങളായി ലോകം പിരിയുമ്പോൾ അവർ ഒന്നിച്ചു നിന്ന് ദൈവത്തെ ആശ്രയിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇനി തിരികെ മടങ്ങാം. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, നമ്മുടെ മംഗളാരം സ്കൂളിൻ്റെ വാർഷികാഘോഷം നടത്തപ്പെടുകയാണ്. അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളക്കുകൾ ഒരുമിച്ച് തെളിയിക്കുന്ന വേളയിലാണ് നാം ഇന്ന്. എന്താണ് കേൾക്കുന്നത്? സംഗീതവും ഡാൻസും. ഇതെന്തൊരു ഉത്സവമാണ്? സംസ്കാരത്തിന്റെയും കലയുടെയും മഹാസംഗമമായ എക്സ്ട്രോല 2K25 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Dance is the hidden language of the soul. ശാസ്ത്രീയ നൃത്തത്തിന്റെ സൗന്ദര്യവും ആധുനിക പാശ്ചാത്യ നൃത്ത രൂപങ്ങളുടെ ഊർജ്ജസ്വലതയും ഒത്തുചേരുമ്പോൾ വേദിയിലിതാ ഒരു മഹാവിസ്മയമാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളിന്നിവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഒരു മനോഹരമായ വെസ്റ്റേൺ ക്ലാസിക്കൽ ഡാൻസ് നൈറ്റാണ്. ഇതാ നമ്മുടെ കൂട്ടുകാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Follow my lead. Can we make some noise for this beautiful performance?
നിറങ്ങളും നൃത്തവും ഊർജവും ഒത്തുചേർന്ന ഒരു മനോഹര പ്രകടനമാണ് സിനിമാറ്റിക് ഡാൻസ്. വേഗവും താളവും സ്റ്റൈലും നിറഞ്ഞൊരു സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കാൻ ഇതാ നമ്മുടെ താരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കവരെ സ്റ്റേജിലേക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. ജെണ്ടർ, റീപ്പ്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വിൽക്കൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. हूँ मैं जब जोर जोर से अंगड़ाइयाँ लेती हूँ मैं जब जोर जोर से वो आह की आवाज है आती हर रोर से मैं तो चलूं इस कदर कि मच जाए गदर होश वाले भी मदहोश आए नजर मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से फेविकॉल से फेविकॉल से मैं तो कब से സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. ചത്തു ചത്തിന് അടിയെ പോട്ട് വിട്ടുരുവാ എന്നെ സണ്ടയ്ക്ക് കൂട്ടാമും കൊണ്ട പന്തയം പോട്ട് നാമ്പിയ പോലെ മണ്ണി മണ്ണിപ്പ് കേട്ട് അപ്പയും വീട്ടിലെ കൊട്ടുക പോറാങ്ങല്ല പോലീസ് കംപ്ലൈന്റ് മുണ്ടായ കൂണ്ടിലെ നിപ്പാട്ട് നമ്മൾക്ക് ഇருக்கு സപ്പോർട്ട് ഉണ്ടെ കൂട്ടിന് പോവാൻ ജീപ്പിലെ വെച്ച് കട്ടിന കൊണ്ടാട്ടി அவங்க டாக்டர் இல்லாம வரவே வாங்க உன்னோட மாமியா பெரிய டான்ஸ் வராகிடண்டி என்னோட ஏரியா உண்டோ சூப்பர் சீட்டோ பிளாட்டே மரியா ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം.
മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പഞ്ചാബി പങ്കിട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാം. ഓ അജന ചലേ ന ചലേ छोड़ना जावी डोला छोड़ना जावी डोला छोड़ना जावी डोला डोला छोड़ना जावी डोला छोड़ना जावी डोला छोड़ना जावी डोला डोला रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब तेरा रब സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വാവ്, അതൊരു അടിപൊളി പ്രകടനം തന്നെ. നന്ദി കൂട്ടുകാരെ, നിങ്ങളുടെ പെർഫോമൻസ് സ്റ്റേജിനെ എനർജറ്റിക് ആക്കി. നമ്മളെല്ലാം ടെൻഷനും സ്ട്രെസ്സുമുള്ള കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നേ. ഹൃദയപൂർവ്വം ചിരിക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണിപ്പോൾ. ഇപ്പോൾ ഇവിടെ എത്താൻ പോകുന്നത് ചിരിയുടെ പടക്കം പൊട്ടിക്കുന്ന ഒരു ടീമാണ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. ചായ വേണ്ട, എന്ത് ചായല്ലേ? അല്ല, ഇച്ചായെന്ന് വിളിച്ചതാ. എനിക്കാകെ പേടിയാകുന്നു. കേസ് അന്വേഷിക്കുന്നത് സേതുരാമയ്യർ CBI ആ ജയിലിലാവും എന്നുള്ളത് ഉറപ്പാ. മോളിക്കുട്ടി, നീ പേടിക്കണ്ടേ. എന്റെ കൊക്കിന് ജീവനെടുത്തോളം കാലം നിന്നെയും എന്റെ മക്കളെ ഞാൻ ഒറ്റ കൊടുക്കില്ല. നീ മക്കളെ വിളി. മക്കളെ, മക്കളെ, ഭയവും ടെൻഷനും നമ്മളെ മനസ്സിൽ എപ്പോ കയറിയാലും നമ്മൾ അപകടത്തിലാവും. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾ ഭയക്കരുത്. എന്റെ മക്കളായി പോയില്ലേ, നമ്മൾ നീ എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. ചില ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടതല്ലേ, ചില സിനിമകളുടെ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അതെ, തെറ്റാണ്. എടാ മോനെ, തെറ്റ് ചെയ്യാത്തത് ആരാടാ? നിങ്ങൾ ഈ വൃത്തികെട്ട സിനിമ കാണുന്ന ഒന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ. അപ്പൊ ഒക്ടോബർ 2 നമ്മൾ എവിടെ പോയി? സേവനവാരത്തിന്. അന്ന് ഗാന്ധി ജയന്തി അല്ലേ ഇച്ചായ? ഓഗസ്റ്റ് ഓഗസ്റ്റ് 2 നമ്മൾ ധ്യാനത്തിന് പോയി. സുരേഷിനോട് സിനിമയ്ക്ക് നമ്മൾ എവിടെ പോയി മക്കളെ? ധാന്യത്തിന് പോയി. ധ്യാനത്തിന് പോയി മക്കളെ, ധാന്യം അല്ല, പിന്നെ ധ്യാനത്തിന് പോയി. എവിടെ പോയി? ധ്യാനത്തിന് പോയി. അതും പാറേപ്പള്ളി. എവിടെ? പാറേപ്പള്ളി. അച്ഛാ, റിഹേഴ്സൽ എന്നോ ടൈം താ. അപ്പോ നമ്മൾ പാറേപ്പള്ളിയിൽ സേവനവാരം. എന്താ ദൈവമേ, ധ്യാന പള്ളിയിൽ പാറപ്പള്ളി പോയി. അങ്ങനല്ല, പാറപ്പള്ളി ധ്യാനത്തിന് പോയെന്നല്ലേ ഇച്ചായ? അങ്ങനെ തന്നെ. CBI നിന്റെ അടുത്ത് മറിച്ചും തിരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചാൽ നീ എങ്ങനെ പറയും? തിരിച്ചും മറിച്ചും ഉത്തരം പറയും. എന്തായാലും ദോഷയെ തിരിച്ചും മറിച്ചും പറയാൻ. മക്കളെ, CBI എന്ന് പറഞ്ഞ ക്രൂരന്മാരാണ്. ചിലപ്പോ ഒരുപാട് ഉപദ്രവിക്കും. നിങ്ങൾ ഉപദ്രവിക്കും. അയ്യോ, മമ്മി ഉപദ്രവിക്കും. ചിലപ്പോ മമ്മിയുടെ നഖം, ചിലപ്പോ മമ്മിയെ കെട്ടി തൂക്കി, മമ്മിയെ പലരും ചെയ്യും. അപ്പൊ നമ്മൾ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. എന്തിനു പോയി? ഞാറപ്പള്ളിയിൽ പാറയിൽ പോയി. നീ എവിടെയെങ്കിലും പോയി മാറി. ആരുമില്ല ഇവിടെ? ആരുമില്ലേ? അല്ല, മനസ്സിലായില്ല. 3 പ്രാവശ്യം സാറിന്റെ പടം കണ്ടല്ലോ. സാറില്ല, വിട്ടേക്ക്, ഞാൻ പരിചയപ്പെടുത്താം. ഐ ആം സേതുരാമയ്യർ, CBI. അത് സണ്ണി ലിയോന്റെ ഫോട്ടോ. വേറൊരു കാര്യത്തിന് വേണ്ടി എടുത്തതാ, സോറി. ഐ ആം സേതുരാമയ്യർ ഫ്രം CBI. CPI. CPM.
എം FRCC ESP ഡിഗ്രി ഫസ്റ്റ് ഇയർ ബോട്ടണി. ജയിച്ചാ തോറ്റുപോയി. തോറ്റോ? എന്റെ സാറ് SBI CBI. CBI. നിങ്ങളാണോ ഈ ജോർജ് കുട്ടി? ആണ് സർ. അതെ ജോർജ് കുട്ടി, ബോഡി എവിടെയാണ് കിടക്കുന്നത്? ബോഡി എന്റെ വീട്ടിന്റെ പുറകിൽ അയ്യലാണ് സർ. വെള്ളയല്ല, മഞ്ഞ. ഏത് ബോഡി? അമ്മൂമ്മേത. ഇവിടെ തന്റെ കുഞ്ഞമ്മയുടെ ബോഡി അന്വേഷിക്കാമെന്നല്ല, കാണാതെ പോയ മരിച്ച വരുണിന്റെ ബോഡി തേടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ജോർജ് കുട്ടി ഒറ്റക്കാണോ താമസം? ഞാൻ ഒറ്റയ്ക്കാണ് സർ. ഒറ്റയ്ക്കാണോ? ഭാര്യയും മക്കളും ഉണ്ട് സർ. പിന്നെ ഒറ്റക്കാണെന്ന് പറഞ്ഞു വിളിക്ക് അവരെ വിളിക്കും. മക്കളെ വാ. സർ, ഇത് മോളിക്കുട്ടി. ഇത് ആനക്കുട്ടി അല്ല, ആനിക്കുട്ടി. ആനിക്കുട്ടി അത് കുട്ടിയും കൊല്ലും അല്ല, മേരിക്കുട്ടി. നേരിക്കുട്ടി. എല്ലാം കുട്ടികളാണല്ലോ, കുട്ടികൾ മാത്രമല്ലോ, തന്റെയൊന്നുമില്ലേ? ഞാൻ ഇവളും തന്തയാണ് സർ. രണ്ടുപേരും തന്തയാണ്. ഇവള് തള്ള. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒന്നാണ് സർ. നിങ്ങൾ ഒന്നല്ല, പിന്നെ നിങ്ങൾ 1001. അതെങ്ങനെ? അങ്ങനെ സാറേ, 1 0 0 1. അതിന് ഞാനും ഇവരോട് ചോദ്യം ഒന്നും ചോദിച്ചില്ലല്ലോ. സർ ചോദിച്ചില്ലേ? ഇല്ല. ജോർജ് കുട്ടി, നിങ്ങളുടെ ഭാര്യ മോളിക്കുട്ടിയെ എനിക്ക് ഒറ്റ മുറിയിലിരുന്ന് ചോദ്യം ചെയ്യേണ്ടി വരും, കേസിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അത് നടക്കില്ല സർ. നടക്കണം. ഇല്ല, പറ്റില്ല സർ. നടക്കണം. വി ആർ ഫ്രം CBI. അത് സാധിക്കില്ല സർ. സാധിക്കണം. ഇല്ല സർ, പറ്റില്ല. എടോ, എന്നെ വിശ്വാസമില്ല എനിക്ക്. സാറിന് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ വിശ്വാസമില്ല സർ. Go. സാർ, Take the paper. Take the paper. Take the paper. പേപ്പർ എടുക്കണോ? പേപ്പർ എടുക്കാനേ പറഞ്ഞേ. ആ, ഞാൻ വിചാരിച്ച ആകാശത്തേക്ക് വെടിവെച്ചായിരിക്കുന്നു. ടേക്ക് ദ പേപ്പർ, ടേക്ക് ദ പേപ്പർ. ഇതെന്താണത്? നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ് എന്ന് എഴുതി വെച്ചാണ്. സാർ 4 പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു നോട്ട് ദി പോയിന്റ്. ഇനിയെങ്കിലും നോട്ട് ചെയ്യ് പ്ലീസ്. മിസ്റ്റർ ജോർജ് കുട്ടി, മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചിരുന്നു എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. മരിച്ച വരുൺ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് മരിച്ചു കഴിഞ്ഞ തിരിച്ചറിയൽ പീരീഡിനായിട്ട് ഇവിടെ രാഘവ നമ്മളാ ലോഡ്ജിന്റെ ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലേ? കൊണ്ടോ? അല്ല സാർ, ഈ മരിച്ചവരും അത് വിട്ടുകളാം. അത് കയ്യിൽ നിന്ന് പോയായിരുന്നല്ലേ ഞാൻ ഈ കേസ് പറഞ്ഞപ്പോ. മിസ്റ്റർ ജോർജ് കുട്ടി, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. മരിച്ച വരുൺ മരിക്കുന്നതിന് മുമ്പായിട്ട് മരിച്ച വീട്ടിൽ വന്ന് തിരിച്ചറിയൽ പരേഡുമായി ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങളോട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും അറിയാം? ഓക്കെ, താങ്ക് യു. ഇപ്പോഴാണ് താൻ രക്ഷപ്പെടുത്തിയത്. ഓക്കെ, ഇവനാണ് സാർ. എന്താ തന്റെ പേര്? മോനായി. തനിക്ക് മോനായോ മോളായോ എന്നല്ല എന്റെ ചോദ്യം. എന്താണ് തന്റെ പേര്? റഹ്മാനെ, എന്റെ പേര് മോനായി എന്നാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൊച്ചുങ്ങളില്ല. ഓക്കെ. ഈ നിൽക്കുന്ന ജോർജ് കുട്ടിയെ താൻ അറിയോ? ഏത്? അറിയും സാറേ, അറിയും അറിയും. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും പാറേപ്പള്ളിയല്ല, ഞാനിവിടെ ചോദിക്കും, നിങ്ങൾ മിണ്ടരുത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് ജോർജ് കുട്ടിയും ഭാര്യയും നിങ്ങളുടെ ലോഡ്ജിൽ വന്ന് റൂം എടുത്തോ? സാറേ, കഴിഞ്ഞ ഓഗസ്റ്റ് മാത്രമല്ല, ഈ പുള്ളി എല്ലാ മാസം ഓരോ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു ഭാര്യയാന്ന് പറഞ്ഞ് അവിടെ റൂം എടുക്കും. എന്നിട്ട് അവർ ഒരു ഉള്ളും മഞ്ചു കൊണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് അതിന്റെ പേര് തർക്കവും അടിയും പിന്നെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും. എത്ര പ്രാവശ്യം പോലീസ് റെയ്ഡിന് പോലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഞാൻ ഇറക്കി വിട്ടുന്ന പോലീസ് വണ്ടി കണ്ടപ്പോണ്ടല്ലോ കണ്ടിൽ നിന്ന് പെണ്ണിനെ വിളിച്ചെടുത്ത് തുണിയില്ലാതെ പുള്ളി ഒഴിയത്. അറിയോ? തന്റെ അഭിഹിതം എന്തോ തീർപ്പാക്കാൻ വന്ന ആൾക്കാരല്ലേ ഞങ്ങള്. ഞങ്ങളിപ്പോ വരുണ്ട കൊലക്കേസാണ് അന്വേഷിക്കുന്നത്. ഈ കേസ് വിടില്ല. അതൊക്കെ അതിന്റെ സ്പെഷ്യലി ചാക്കോയാണ്. അത് ചാക്കോയെ വേറെ ദിവസം വരും. ഈ കുട്ടിയാണ് അവിടെ വന്നത്, ഈ സ്ത്രീയാണ് അയാളുടെ ഭാര്യയായിട്ട് വന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? നോക്കണം സാർ, എന്നാലേ പറയാൻ പറ്റുള്ളൂ. വ്യക്തമായിട്ട് നോക്കിട്ട് പറ. കാലം നീട്ടിയത്, കാല് കണ്ട് കാലൊക്കെ കാണാൻ സാറേ, മുൻവശം കണ്ടത് എനിക്ക് വ്യക്തമായിട്ട് പുറവശോടൊന്ന് കാണാൻ പറ്റുമോ? മോളിക്കുട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാ. അസുഖമാണ്. ഇത് തന്നെയാ സാറേ. ഓക്കെ, ഇത് തന്നെ, ഇത് തന്നെയാ. എങ്ങനെ താൻ ഉറപ്പിച്ചു ഇത് തന്നെയാണെന്ന്? ഈ കാണാൻ പാടുള്ള സ്ഥലത്ത് ഈ പുറത്തൊരു മറുകുണ്ട്. അത് താൻ എങ്ങനെ കണ്ടു? അത് താൻ എങ്ങനെ വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കുന്ന എടുക്കാൻ വന്നപ്പോ ആധാർ കാർഡ് വന്ന് അതിനകത്തുണ്ടായിരുന്നു സാർ. പിന്നെ ആധാർ കാർഡിൽ മറിഞ്ഞു പോയിട്ട് ആളെ പോലും തിരിച്ചറിയില്ല. അന്നേരാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് അവിടെ ഇവര് വന്ന് റൂം എടുത്തു. റൂം എടുത്തു. എന്നിട്ട് ആ ലോഡ്ജ് മുറിയിൽ എന്താണ് സംഭവിച്ചത്? അന്നൊരു ഒന്ന് റൂം എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഈ പെണ്ണില്ലേ, ഈ പെണ്ണ് എനിക്ക് തിന്നാൻ വേണമെന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കി. അന്നേരം ഈ പുള്ളി പിള്ളേരെ വിളിച്ചോണ്ട് പോയി. അന്നേരത്തേക്ക് പിന്നെ ഈ ചേച്ചി ഒരു പച്ച സാരി മാറ്റി ഇട്ടിട്ട് ഒരു നീല നൈറ്റിയും പിന്നെ
ചുമപ്പും ഇതൊക്കെ ആയിട്ട് ബാത്റൂമിൽ കയറി കുളി തുടങ്ങി. കുളി 1 മണിക്കൂർ കുളിച്ചു സാറേ. അന്നേരം താൻ എവിടെയായിരുന്നു? അന്നേരം ഞാൻ റിസപ്ഷനിൽ നിന്ന് കണക്ക് നോക്കുമായിരുന്നു. റിസപ്ഷനിൽ ഇരുന്ന് കണക്ക് നോക്കുന്ന ആള് ഇവര് കുളിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചു? സാർ ക്യാമറ വെച്ചിട്ടുണ്ട് സാർ. ക്യാമറ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലോഡ്ജിലോ? ഇല്ല സാറേ, ഞങ്ങളുടെ ലോഡ്ജിൽ അങ്ങനെ ചട്ടത്തരം കാണിക്കത്തില്ല. പിന്നെ ക്യാമറ ഒന്നും വെക്കത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കണ്ടുപിടിക്കുള്ളൂ, അല്ലാതെ ക്യാമറ വെക്കത്തില്ല സാറേ. അത് എന്നാന്നറിയോ സാറേ, ശരിക്കും പറഞ്ഞാൽ വെള്ളം വീണു ഒച്ച കേട്ടു. കുറെ നേരമായിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ ആരാന്നറിയാൻ വേണ്ടിട്ട് ഞാൻ വന്നു. അപ്പൊ കാണത്തില്ല, ഈ വെന്റിലേഷൻ വഴി ഒരു കസേര എടുത്തിട്ട് അതിന്റെ മേളിൽ ഒരു ബക്കറ്റ് കയറ്റി വെച്ച് അതിന്റെ മേളിൽ ഒരു ചെറിയ പാത്രം കൂടെ വെച്ചിട്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. അത് ഞാൻ എത്തി വലിഞ്ഞ് സാറേ വെന്റിലേഷനുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാ സാറേ കണ്ടത്. അതെന്തിനാ താൻ കഷ്ടപ്പെട്ട് കണ്ടത്? ഇതുപോലെ വല്ല കേസും വന്നാൽ തുമ്പ് തരണ്ടേ, അതിന് വേണ്ടിയിട്ടായിരുന്നു സാർ. ഓ, കേരള പോലീസിന് തുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ തുമ്പത്ത് കയറി തുഞ്ചത്ത് കയറി നോക്കി. തുമ്പിന് വേണ്ടിയാണ് സാർ. വെട്ടിക്കലാണവൻ. ഈ പെണ്ണ് തന്നെയാണ് അത് എന്ന് തനിക്ക് ഉറപ്പുണ്ടോ? സാറേ വ്യക്തമായിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കണം. ഇതായിരിക്കില്ല സാർ, എന്റെ വൈഫ് ആയിരിക്കില്ല. പെട്ടെന്ന് നോക്ക്. ഇത് തന്നെയാ സാറേ. അവിടെ നോക്കി. അത് തന്നെ സാർ. ഇവിടെ ഉറപ്പാണ് സാർ. ചാക്കോ, ആദ്യം ഇവനെ കസ്റ്റഡിയിൽ എടുക്കണം, അതിനുശേഷം ഇവന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം, അതിനുശേഷം ഇവന്റെ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ എടുക്കണം. എന്നിട്ട് ഇവനെ അകത്ത് ഇട്ടേര്. ഇനി പുറം ലോകം കാണിക്കണ്ടോ സാർ? നല്ല കസ്റ്റമർ മറക്കാതിരിക്കാൻ വേണ്ടി സാറേ. ജോർജ് കുട്ടി, കാര്യങ്ങളൊക്കെ തനിക്ക് എതിരാണല്ലോ? ഇല്ല സാർ, ഒരിക്കലും വരത്തില്ല. മിസ്റ്റർ ജോർജ് കുട്ടി, രണ്ടാം തീയതി താനും കുടുംബവും എവിടെ പോയി പറഞ്ഞത്? പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. പാറപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. മിസ്റ്റർ മ്യൂസിക് ഡയറക്ടർ, സാർ ധ്യാനം കൂടിയതിനു ശേഷം പിന്നീട് നിങ്ങൾ എവിടെയാണ് പോയത്? സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. സിനിമയ്ക്ക് പോയി സാർ. താങ്ക് യു. അടിപൊളിയാവുന്നുണ്ട് തന്റെ കമ്പോസിംഗ്. അതെ, ഈ സിനിമയുടെ പേരെന്തായിരുന്നു? മറന്നുപോയി സാർ. മറന്നുപോയി സാർ. മറന്നുപോയി സാർ. മറന്നുപോയി സാർ. പൊളിഞ്ഞു പോയില്ലേ ജോർജ് കുട്ടി, പൊളിഞ്ഞു പോയില്ലേ? താൻ ചിലപ്പോ സിനിമയുടെ പേര് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ഇവര് 3 പേരും മറന്നു പോയില്ലടോ. എന്റെ പാട്ട് പൊളിഞ്ഞു സാർ. പൊളിച്ചു സാർ. സാർ തെളിവ് കിട്ടി സാർ. തെളിവ് കിട്ടി സാർ. തെളിവ് കിട്ടി. എന്താണ് തെളിവ്? ചാക്ക് കിട്ടി. ജോർജ് കുട്ടി, ചാക്കോക്ക് ചാക്ക് കിട്ടി. ഇനി തന്റെ കാര്യം പോക്കാടോ? ചാക്കോ, ചാക്കിന്റെ കേട്ടോ എനിക്ക് പെട്ടെന്നോട്ടെ. അടിക്കാം സാർ. ഇന്ന് പണിയാണോ തനിക്ക്? ഓ ചാക്ക് തുറക്ക്. സാർ. സാർ, ഇത് വരുണാണോ? അരുണല്ല. അരുണാണോ? അരുണല്ല. കിരണാണോ? കിരണല്ല. പിന്നെ ആരാണത്? സിന്ധിയാണ് സാർ. സിന്ധിയ? സിന്ധി പശു. പശുവോ? അതെ, അരുണിന്റെ ബോഡിയല്ലേ? അല്ല, ഇത് സിന്ധി പശുവിനാണ് സാർ. ഈ സിന്ധി പശുവിനെ കൊന്ന് ഞങ്ങൾ ഇറച്ചി വെച്ച് പൊരിച്ചും കരിച്ചും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പാറയപ്പള്ളി ധ്യാനത്തിന് പോയി സാർ. ഞങ്ങൾ വരുണിനെ കൊന്നില്ല, അപ്പൊ ഞാൻ കുറ്റവാളി അല്ലല്ലോ സാർ. വരുണിനെ ഞങ്ങൾ കൊന്നില്ല, ഈ പശുവിനാണ് സാർ ഞാൻ കൊന്നത്. ജോർജ് കുട്ടി, താങ്ക് യു സാർ. ഇപ്പോഴാണോ താൻ ശരിക്കും പെട്ടത്? എടോ, ഇവിടെ ഒരാളെ കൊന്ന ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു പശുവിനെ കൊന്നാലുണ്ടല്ലോ അത് ക്രിമിനൽ കേസാണ്. ഈ കേസ് അവിടെ നടക്കാൻ പോണെന്ന് അറിയാമോ? ഡൽഹിയിലായിരിക്കും, ഡൽഹിയില്. ചാക്കോ, അപ്പൊ പാറപ്പള്ളി ആ പാറ എന്റെ തലയിൽ വീണ് ഞാൻ ചത്താ മതി. അല്പനേരമെങ്കിലും ടെൻഷൻ മാറ്റാൻ സഹായിച്ച കൂട്ടുകാർക്ക് ഒരു വലിയ കയ്യടി. ഗ്രേറ്റ് ജോബ് ഡിയേഴ്സ്. ഒരു കുട്ടിയുടെ ആദ്യ പുഞ്ചിരി, ആദ്യ ചുവട്, ആദ്യ വാക്ക് എല്ലാം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് ഒരു അമ്മയുടെ ഹൃദയമാണ്. പ്രാർത്ഥനയിലും വേദനയിലും സങ്കടത്തിലും എല്ലായിടത്തും തൂങ്ങി നിൽക്കുന്നു. അതാണ് അമ്മ. ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാൽച്ചുവടുകളുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ വേദിയിലേക്ക്.
യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് ഒരു ഇലപൊഴിയും കാലം. ഒരു നാൾ നമ്മുടെ ശരീരത്തിലും ചുളിവുകൾ വീഴും. മുടിയിഴകളിൽ വെള്ളി വര വരയ്ക്കും. ശബ്ദം ഇടർച്ചയുള്ളതാകും. അതെ, ഒരിക്കൽ നമ്മളും വാർദ്ധക്യത്തിന്റെ കയങ്ങളിലേക്ക് എറിയപ്പെടും. ഓർക്കുക, നാം എന്തു ചെയ്യുന്നുവോ അതുതന്നെ നമുക്കും തിരികെ ലഭിക്കും. എത്ര മനോഹരമായ അവതരണം! ഒരു അമ്മയുടെ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുകയില്ലെന്നും എന്നാൽ ചലനങ്ങളിലൂടെ അത് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഒരു പ്രകടനം. ഈ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ സമ്മാനിച്ച എല്ലാ പെർഫോമേഴ്സിനും ഒരു വലിയ കയ്യടി നൽകാം. ചരിത്രം പഠിപ്പിക്കുന്നത് പുസ്തകങ്ങൾ മാത്രമല്ല, മനുഷ്യരാണ് ചരിത്രത്തെ ജീവിപ്പിക്കുന്നത്. ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലയിലുമെല്ലാം പുതുവഴികൾ സൃഷ്ടിച്ച അനേകം പ്രശസ്ത വ്യക്തികൾ ഇതാ ഓരോ കഥാപാത്രങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. So ladies and gentlemen, get ready to meet the legends, innovations, the icons. Here comes famous personalities and their characters. A global music legend, a unique dancer, and the most extraordinary performers the world has ever seen. Good morning. So get ready to enjoy the style, energy, and the signature moonwalk. The way she came into the place, I knew right then and there. There was something different about this girl. The way she moved, her hair, her face, her lines, divinity in motion. As she stepped the room, I could feel the room presence. Every head turned, felt passion and lust. The girl was persuasive, the girl I could not trust. The girl was bad, the girl was dangerous. ജനതയുടെ ശ്വാസമായി സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട ധീര കേരള സിംഹം പഴശ്ശിരാജ. പ്ലീസ് വെൽക്കം. സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ എല്ലാ കൂട്ടുകാരുടെയും ബാല്യകാല കഥകളിൽ കേട്ടിട്ടുള്ള രണ്ട് കിടിലൻ കഥാപാത്രങ്ങൾ. ഒരുപാട് പ്ലാനുകളുള്ള, ചിലപ്പോൾ പേടിപ്പിക്കും, ചിലപ്പോൾ ചിരിപ്പിക്കും, പക്ഷേ അവസാനം നമ്മളെ എല്ലാം ആസ്വദിപ്പിക്കുമെന്ന് ഉറപ്പ്. So dear friends, let's get ready to laugh, cheer and enjoy. കണ്ടടുക്കേ വന്നടുക്കും വെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻകട കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിടാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂണിൽ കൊതിപ്പൂ തന്നിടുമ്പോൾ തുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ കൊള്ളാൻ ഞാൻ.
ഡാഗിനി കുട്ടൂസേട്ടാ ഡാഗു അത് വേണ്ട. അല്ല രാഗിനി, എന്നെ കെട്ടാൻ താല്പര്യം ഉണ്ടായിരുന്നേ, എന്താ അത് നേരത്തെ എന്നോട് പറയാഞ്ഞത്? പറയാതെ മനസ്സിലാക്കുമെന്ന് കരുതി ഇന്ന് കെട്ടും നാളെ കെട്ടുമെന്നും പറഞ്ഞ് ഞാൻ എത്ര വർഷമായി മനുഷ്യ കെട്ടും പൊട്ടിച്ച് കാത്തിരിക്കുന്നത്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? അല്ലടാകൂ, കല്യാണത്തിന് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ശരിയാ, എല്ലാത്തിനും സമയം തികയോന്നാ. മുടി സ്ട്രൈറ്റ് ചെയ്യണം, ഫേഷ്യല്, ബ്ലീച്ച്, പോരാത്തതിന് ഈ പല്ലിൽ ഒരു കമ്പി കൂടിയിടണം. എടി, നീ ഒരുക്കുന്ന കാര്യം അല്ല പറഞ്ഞത്, കല്യാണത്തിന്റെ കാര്യമാ ഞാൻ ഉദ്ദേശിച്ചേ. അത്രക്കൊരുങ്ങാൻ ഇത് സെലിബ്രിറ്റി കല്യാണമൊന്നും അല്ലല്ലോ. അതെ, എങ്ങോട്ട് പോകാനാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? എവിടെ? മറ്റേതാ ഹണിമൂൺ. എടി, ഹണിമൂണിനൊക്കെ വലിയ പൈസയാകും, ഒറ്റക്ക് താങ്ങൂല. സാരമില്ല, അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴിയാ? ചെലവ് ചുരുക്കാനേ ലുട്ടാപ്പിയെയും വിക്രമനെയും മുത്തൂനെയും കൂടി കൂട്ടാം. അതാകുമ്പോ ഷെയർ കിട്ടും. ഓ, എന്നാ അവര് മാത്രം ആക്കണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൂടി കൂട്ടിക്കോ. ഞാനങ്ങ് വരുന്നില്ല നിങ്ങളുടെ കൂടെ. വരുന്നില്ലെങ്കിൽ നീ വരണ്ട, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യ്, ഞങ്ങളെ ആ പെണ്ണിനെയും കൂട്ടി പോയിട്ട് വരാം. കേരളത്തിന്റെ കവിതാ ലോകത്ത് വാക്കുകൾക്ക് ശ്വാസമുണ്ടെന്ന് തെളിയിച്ച ഒരു സ്ത്രീയുടെ സ്പന്ദനമാണ് മാധവിക്കുട്ടി. ആ അതുല്യമായ കവയത്രിയുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും നമുക്ക് ഒരു കഥാപാത്രമായി വരവേൽക്കാം. സാഹിത്യ ലോകത്ത് ചിരിയെയും ജീവിത സത്യങ്ങളെയും ഒന്നിച്ചു ചേർത്ത ഒരു അതുല്യ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. സ്വന്തം ജീവിതം തന്നെ ഹാസ്യരൂപത്തിലൂടെ എഴുത്തിലേക്ക് മാറ്റിയപ്പോൾ അവിടെ ഒരു പ്രധാന കഥാപാത്രം പാത്തുമ്മ. So let's enjoy Bashir and Pathuma, the most famous funny characters of Malayalam literature. പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, മുത്തൊളി പാത്തുമ്മ. പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, മുത്തൊളി പാത്തുമ്മ. ഇങ്ങള് നമ്മുടെ ആടിനെ കണ്ട? ആടാ, ഞമ്മള് കാണുമ്പോഴൊക്കെ അന്നെ കാണാറുള്ളൂ, ആടിനെ അല്ല. അള്ള പടച്ചോനീ, നമ്മുടെ ആടിനെ ആരോ മോട്ടിച്ചിരിക്കുന്നു. പാത്തുമാ, അന്റെ ആടിന് ഈ കുത്തണ സാധനം എന്താ? എങ്കില് ഞമ്മള് മിസ്ഡ് കോൾ അടിക്കാം. അന്നെ ഞാൻ ഇവിടെ വാ ആടെ, ഇവിടെ വരാൻ, ഇവിടെ വാ, ഇവിടെ വരാനല്ലേ പറഞ്ഞു നമ്മള്. ഇവിടെ വാ, ഇവിടെ വാ ആടെ. പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, മുത്തൊളി പാത്തുമ്മ. Now it's time to meet someone who made the whole world laugh without even saying a single word. The man with the tiny mustache, the funny walk, the big hat, and the magical smile. Yes, he's Charlie Chaplin. Bravest woman in the Indian history. The shining symbol of courage during the India's freedom struggle, Rani Lakshmi Bai of Jhansi. मैं लक्ष्मी बाई प्रतिज्ञा करती हूँ, जब तक मेरे शरीर में रक्त है
मैं पूर्ण निष्ठा से झांसी की सेवा करूंगी। भाग भाग रे भाग फिरंगी, झांसी की रानी आई है, भाल तिलक और हाथ खड़क, दुर्गा है काली माई है। अश्व चढ़ी प्रचंड विकट ये मनु है, लक्ष्मी बाई है, शोले बरसेंगे अब तुझ पर तेरी। പുരാതന ഭാരതത്തിലെ അമരകവിയായ കാളിദാസന്റെ ഒരു അതുല്യ സൃഷ്ടി ശകുന്തള. വനത്തിൽ വളർന്ന ശുദ്ധിയും സൗന്ദര്യവും നിറഞ്ഞൊരു ഹൃദയം, അതാണ് ശകുന്തളയുടെ മഹത്വം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. അറിയും മുൻപേ മാമുനി ഉണരും മുൻപേ, ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ഇനി വേദിയിലേക്ക് എത്തുന്നത് പുരാണത്തിലെ ഒരു അതീവ സുന്ദരിയാണ്. തന്റെ നിഷ്കളങ്ക ഹൃദയത്തെ നളനോട് സമർപ്പിച്ച ദമയന്തി. ഭാരതത്തിന്റെ ചിത്രകലയിൽ ഒരു സ്വർണ്ണ പേജ് എഴുതിയ മഹാനായ ചിത്രകാരൻ രാജാ രവിവർമ്മ. ഒരു അമ്മയുടെ കരുതലും കുഞ്ഞിന്റെ മാധുര്യവും ഒരു ചെറു ഫ്രെയിമിൽ പൂർണ്ണമായി നിറച്ച് നമ്മിലേക്ക് എത്തിക്കുന്നു. കോമള താമര
കഥകളുടെ ലോകത്ത് നിന്ന് നമ്മുടെ വേദിയിലേക്ക് വന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു വലിയ കൈയടി നൽകാം. ഫാസ്റ്റ് ബീറ്റും സ്ലോ മെലഡിയും എക്സ്പ്രഷനും പവർ മൂവ്സും എല്ലാം കോർത്തിണക്കിയ ഒരു നൃത്താനുഭവം ആസ്വദിക്കാൻ തയ്യാറായിക്കോളൂ. മനുഷ്യകൊല്ലത്തിൽ നടന്നുകൂടാടാ നിനക്കൊക്കെ. എന്റെ പൊന്നു പറ്റി ഡാൻസ് എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ആരെ മനസ്സിലായില്ല? ഞാൻ നിങ്ങളുടെ പുതിയ സാർ പ്രസാദ്. പ്രസാദോ? പ്രസാദോ അല്ല, പ്രസാദ്, കടുവ പ്രസാദ്. നിങ്ങൾ എങ്ങനെ ഡാൻസ് പഠിച്ചത്? പഠിച്ചത് വലിയതോ സ്ഥലത്താ. എവിടെ? പഠിച്ചത് വലിയതോ സ്ഥലത്താന്ന്. അതാ എവിടാ? അൽഹംദുലില്ലാ പഠിച്ചല്ലോ. ഹൈറ്. Bloody bugger. இருக்கு எனக்காக யோசிக்க உயிராயிருக்கு
மரத்தை சுத்தி டூயட் பாடி லவ் பண்ண எனக்கும் தான் ஆசை இருக்கு. மானோ ரோஷம்லாம் டீல விட்டாச்சுடா, பிளாஸ்டிக் கூட வாடி போயாச்சுடா. வெள்ள சொல்லாம உள்ள அழுகுறண்டா, வெள்ள மனசெல்லாம் நெருக்கி நக்கி ருக்கி முறுக்கி மாறு மனோஹரி மனோஹரி. ഈ ബാൾ ഞാൻ കണ്ടില്ല, അടുത്ത ബാൾ നിങ്ങൾ ആരും കാണില്ല കേട്ടോ. പോയിന്റാ വീട്ടിൽ, ആരും കളിക്കണ്ട ഇവിടെ, വീട്ടിൽ പോ. റിതം മാറുമ്പോഴും സ്റ്റൈൽ മാറുമ്പോഴും ഒന്നും നഷ്ടപ്പെടാതെ സൂപ്പർ എനർജിയോടെ സ്റ്റേജ് തകർത്ത കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ കുട്ടികളുടെ കഴിവ് കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ സാധിച്ചു. ഈ പരിപാടിയിലെ ഓരോ ഘട്ടത്തിലും പുറകിൽ നിന്ന് സഹായിച്ച എല്ലാവർക്കും ഒരു വലിയ നന്ദി. വിത്ത് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് വി കൺക്ലൂഡ് ടുഡേസ് സ്പെഷ്യൽ പ്രോഗ്രാം. താങ്ക് യു വിത്ത് ദ ബോട്ടം ഓഫ് അവർ ഹേർട്സ്. എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇതാണ് യഥാർത്ഥ സ്വർഗം. മംഗളാരം സ്കൂളിന് എൻ്റെ അനുഗ്രഹവും സ്നേഹവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഇനി സ്വർഗത്തിൽ ചെന്ന് ഇതെല്ലാം വിവരിക്കണം.